ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഷോർട്ട് വീഡിയോ റെഗുലറായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ സമ്മർ വെക്കേഷൻ അല്ലേ, സമ്മർ വെക്കേഷൻ ആകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലും ടൈം നമ്മുടെ ഫാമിലിയായിട്ട് കിഡ്സുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് പിന്നെ അത് കഴിഞ്ഞ് സ്കൂളും പഠിത്തവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തീരെ സമയം കിട്ടത്തില്ല. സോ ഈ സമയത്തിൽ കുറേ സമയങ്ങൾ നമ്മുടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്കറിയാം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കുറേ സ്ട്രെസ്സ് ഒക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് അമ്മ ഇത് വേണം, അത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യൂ, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യൂ. ഇതൊക്കെ തന്നെയല്ലേ അല്ലേ? കുട്ടികൾക്ക് പഠിക്കാനല്ല, ഈ സമയം അവർക്ക് കൂടുതലും എൻജോയ് ചെയ്യാനും കളിക്കാനുമാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്മൾ അമ്മമാർ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അധികം കിട്ടാറില്ല. ശരിയാണോ? എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെയാണ്. ഞാൻ കൂടുതലും ടൈം എൻ്റെ കിച്ചണിലാണ് കൂടുതലും പോകുന്നത്. ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിന്നെ 11 പിന്നെ ലഞ്ച്, പിന്നെ സ്നാക്ക്, ഡിന്നറൊക്കെ ആകുമ്പോഴേക്ക് എനിക്ക് തന്നെ സമയം കിട്ടാറില്ല. ഈ ക്ലീനിങ് ഒക്കെ ആകുമ്പോഴേക്ക് കുറേ നേരം എടുക്കാറുണ്ട്. ടൈം മാനേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്നാക്കും ഒക്കെ ആകുമ്പോഴേ അധികമായിട്ട് സ്ട്രെസ് ആവാറുണ്ട്. പിന്നെ ഈ ചൂട് പറയാൻ വേണ്ട, ഒത്തിരി ചൂടും കൂടിയാണല്ലേ. രാവിലെ എണീറ്റ് ഞാൻ ഇച്ചിരി നമ്മുടെ കർപ്പൂരമൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് നല്ല മണമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരു കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇവിടെ ന്യൂസാണ്. ഞാൻ നോർമലി ന്യൂസ് കാണാറില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഗൂഗിളിലൊക്കെ മെസ്സേജ് വായിക്കാറുണ്ട്. കാരണം ഈ ന്യൂസൊക്കെ കാണുമ്പോഴേക്കും ഒത്തിരി അധികം ടെൻഷൻ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് കഴിഞ്ഞാൽ ഡീപ്പ് കിച്ചൺ ക്ലീനിങ് ആണ്. അപ്പോൾ ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എല്ലാം കൂടി ഞാൻ ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഒരു ഐറ്റം വച്ച് അത് തീർന്നു കഴിയുമ്പോഴേക്കും അത് ക്ലീൻ ചെയ്ത് വെയിലത്തൊക്കെ ഉണക്കി അല്ലെങ്കിൽ തുടച്ച് മാറ്റി ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ടൈമും ലാഭമാവും, അതേപോലെ തന്നെ സ്പേസും ലാഭിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഏകദേശം 3:30 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. 3:30 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റാൻഡ് വളരെ നല്ലൊരു സ്റ്റാൻഡാണ് കേട്ടോ. അങ്ങനത്തെ 2 സെറ്റുണ്ട്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിനെ കാട്ടി കൂടുതൽ നല്ലത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ റോൾ കിട്ടും. അത് ഞാൻ ഡ്രസ്സിന് വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ന്യൂസ് പേപ്പറിനെ കാട്ടി അതാണ് നല്ലത്. പ്ലാസ്റ്റിക്കിനെ കാട്ടി കൂടുതൽ നല്ലത് കുപ്പിയുടെ ബോട്ടിൽസ് ആണ്. അപ്പോൾ കുപ്പിയുടെ ഞാൻ യൂസ് ചെയ്ത് കുറേ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. ഇത് പ്ലാസ്റ്റിക് ഇടയ്ക്കല്ല, 1 വർഷമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ജാറ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വച്ചിരിക്കുന്ന ഐറ്റം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഈ സ്റ്റീലൊക്കെ ഏകദേശം ഒരു 10 വർഷമായ സ്റ്റീലാണ് കേട്ടോ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. സ്റ്റീലിനകത്ത് ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഏത് ഐറ്റം എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഞാനല്ലാതെ ഇപ്പോൾ അച്ഛൻ അടുക്കള കയറിയാലും അച്ഛനും കുക്കൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അച്ഛനും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അച്ഛനും കയറുവാണെങ്കിൽ അച്ഛനും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ മുകളിലും താഴെയൊക്കെ നമുക്ക് ഐറ്റംസ് വയ്ക്കാം. അപ്പോൾ ചെറിയ ഇങ്ങനത്തെ ഇതിനകത്ത് ഞാൻ ഏലക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതി മുകളിലും വെച്ചിട്ടുണ്ട്, താഴെയും വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ കബോർഡ് എന്ന് പറഞ്ഞാൽ അടുക്കളയുടെ അങ്ങ് അറ്റം വരെ ഉണ്ട് കബോർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ താഴെ അണ്ടർ സൈഡിൽ എന്തെങ്കിലും വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഗ്യാസ് സ്റ്റവ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് എടുക്കാനും ഒക്കെ വയ്ക്കാനും ഇച്ചിരി പാടാണ്. അപ്പോൾ അതേ കണ്ടപ്പോൾ ഒരു ഹണിയുടെ ജാർ കാലിയാണ്. അപ്പോൾ ഈ പേപ്പർ എടുക്കുന്ന ടൈം ടേക്കിംഗ് ആയതുകൊണ്ട് അത് മാറ്റി വെച്ച് അതിനകത്തും ഐറ്റം വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മുളക് പൊടിയൊക്കെ പൊടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഈ സ്പൂൺ എടുത്തൊന്ന് മാറ്റട്ടെ. പൊടിച്ച് വെച്ചത് ഞാൻ വേറൊരു ജാറിൽ ഇച്ചിരി ആവശ്യത്തിന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക്കിനെ കാട്ടി ഗ്ലാസ്സാണ് അല്ലെങ്കിൽ സ്റ്റീലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ദേ ഈ ഒരു സൈഡിൽ ഈ ഒരു ട്രെയിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഐസ്ക്രീമൊക്കെ ചേട്ടനൊക്കെ ഇങ്ങനെ ടൂറിന് പോകുമ്പോൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ബോട്ടിൽസാണ്. അപ്പോൾ അത് മുഴുവൻ തുറുമ്പ് പിടിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം, അതിനൊന്നും സമയമില്ല. അപ്പോൾ എല്ലാം കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. കബോർഡൊക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. കുറേ പ്ലാസ്റ്റിക് ഈ കവറൊക്കെ എന്താ പറഞ്ഞാൽ ഐറ്റമൊക്കെ ഞാൻ റീഫിൽ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ ആഴ്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്ക് ഈ വർട്ടിഗോ ഇഷ്യൂ വന്ന് തലക്കറക്കം വന്ന് 10-15 ദിവസം ഇങ്ങനെ കിടപ്പിലായപ്പോൾ തൊട്ട് പേടിയായി കേട്ടോ. അപ്പോൾ ആഴ്ച ചെയ്യാനുള്ള പണികളൊക്കെ, അടുക്കള പണികളൊക്കെ ഞാൻ മാസത്തിൽ 1 പ്രാവശ്യം ആക്കി. കാരണം കുനിയുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പേടിയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂല്ലോ. വയ്യാതാവുമ്പോഴൊക്കെ അടുക്കള കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതേ അവസാനം ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. സോറി, പിന്നെയും ശബ്ദത്തിന് പ്രശ്നമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു, എല്ലാം കബോർഡ്സൊക്കെ നീറ്റാക്കി. ഞാൻ വാൾപേപ്പറൊക്കെ മാറ്റി. ഈ വാൾപേപ്പറൊക്കെ ഞാൻ ഈ അടുക്കളയുടെ ടൈൽസിൽ സ്റ്റിക്ക് ചെയ്തപ്പോഴേക്കും ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡബ്ബയിലൊക്കെ ഉപ്പൊക്കെ വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അത് ഈ രീതിയിലാണ് സെറ്റാക്കി. നമ്മുടെ ഈ ടൊമാറ്റോയുടെ സോസിൻ്റെ അതിനകത്തൊക്കെ പരിപ്പും പിന്നെ രാഗിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ആക്ച്വലി എനിക്ക് ഒരു കബോർഡും കൂടി വേണം. കാരണം ഈ തുണികളൊക്കെ മടക്കി വെക്കാനും ഈ അടുക്കള തുണികളൊക്കെ വെക്കാനും പിന്നെ ചില ന്യൂസ് പേപ്പറൊക്കെ വെക്കാൻ വേണം. പക്ഷേ ഇപ്പം അതിനുള്ള ഒരു ഇത് ആയിട്ടില്ല. എല്ലാം സെറ്റാക്കണം. അപ്പം നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിവിടെ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു ഐറ്റം കൊണ്ടാണ് ഇന്നത്തെ ഡീപ്പ് ക്ലീൻ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.